ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം ലബോറട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കിയത് അല്ലേ? ഇതിനകത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഹയറാർക്കി പറഞ്ഞു, പൊസിഷനും ഓരോരുത്തരുടെ ആ ടേബിള്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് അല്ലെ, ആ ടേബിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അപ്പൊ അതിനകത്ത് പൊസിഷൻ പഠിക്കണം, അതില് റെസ്പോൺസിബിലിറ്റീസും നിങ്ങളൊന്ന് എക്സാമിന് വേണ്ടി നോക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞ് ഒരു ലബോറട്ടറിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ. ജസ്റ്റ് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ഇവിടെയല്ലേ പറഞ്ഞു നിർത്തിയത്. എന്താ നമ്മൾ പറഞ്ഞത്? ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ലബോറട്ടറി ചേഞ്ചസ് വിത്ത് ദ നീഡ് ഓഫ് ദ ക്ലിനിക്കൽ research or services provided by the laboratory. ഒരു ലാബോറട്ടറി നമുക്ക് ലാബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ആ ലാബോറട്ടറി തരുന്ന ക്ലിനിക്കൽ സർവീസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു വ്യത്യാസപ്പെടാം. അതായത് എന്തൊക്കെ ഫെസിലിറ്റി ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വ്യത്യാസപ്പെടാം. ഒത്തിരി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയ ലാബോറട്ടറി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ എന്തിനനുസരിച്ച് വ്യത്യാസപ്പെടാമെന്ന് പറഞ്ഞേക്കണേ? വിത്ത് ദ നീഡ്സ് ഓഫ് ദ ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ലബോറട്ടറി. ആ ലബോറട്ടറി പ്രൊവൈഡ് ചെയ്യുന്ന ആ ക്ലിനിക്കൽ സർവീസിനെ ബേസ് ചെയ്തിട്ട് ആ ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വ്യത്യാസപ്പെടാം, അതില് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവാം. ബട്ട് എന്നാൽ എന്താ, the basic needs should meet the regulatory and international standards. എന്നാൽ എന്താ, അടിസ്ഥാന ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കണം? ഒരു അന്തർദേശീയ സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങൾ അത് നേടുന്നതായിരിക്കണം. ബേസിക് നീഡ്സ് ഷുഡ് മെറ്റ്, അത് പാലിക്കുന്നതായിരിക്കണം. അപ്പൊ അതില് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ, ആ ക്ലിനിക്കൽ സർവീസ്, ആ ലബോറട്ടറി നൽകുന്ന ക്ലിനിക്കൽ സർവീസിനെ ബേസ് ചെയ്തിട്ട് അടിസ്ഥാന ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വ്യത്യാസം വരാം. പക്ഷേ എന്താണ്, അവിടെ നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡുകള് എന്താ, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, അതിന്റെ മാനദണ്ഡങ്ങള് എന്താ, മാനദണ്ഡങ്ങളില് ആ അടിസ്ഥാന ബേസിക് നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങള് എന്താ പാലിക്കുന്നതായിരിക്കണം പറഞ്ഞേക്കട്ടെ. എന്നാൽ അടിസ്ഥാന ആവശ്യങ്ങൾ കാര്യനിർവഹണത്തിനുള്ള റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, ഒരു അന്തർദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായിരിക്കണം. അപ്പൊ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാ ഇത് സ്റ്റാൻഡേർഡ്സും ഒരു പാലിക്കുന്ന രീതിയിൽ ഉള്ളതായിരിക്കണം, എല്ലാവരും പാലിക്കുന്നതായിരിക്കണം. Infrastructure of a laboratory directly affect the quality of research data, efficiency and the safety of laboratory workers. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. എന്താ, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ laboratory directly affect, ആരെയൊക്കെ അഫക്ട് ചെയ്യുന്നേ? ആ ലാബോറട്ടറിയുടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ, അത് ആരെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത്? ദ ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡേറ്റ, ആ ഡേറ്റയുടെ ആ ക്വാളിറ്റി, റിസർച്ച് ഡേറ്റയുടെ ക്വാളിറ്റിക്ക്, എഫിഷ്യൻസി കാര്യക്ഷമത, ആൻഡ് സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ്, ആ ലബോറട്ടറി വർക്കേഴ്സിന്റെ എഫിഷ്യൻസി കാര്യക്ഷമതയ്ക്കും സേഫ്റ്റിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ആ ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ നേരിട്ട് അഫക്ട് ചെയ്യുന്നു. അതായത് നല്ല ഫെസിലിറ്റി, അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നല്ല ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അപ്പൊ അവർക്ക് നല്ല കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അവർക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റി, ആ ലബോറട്ടറി വർക്കേഴ്സിന്റെ സേഫ്റ്റി നമുക്ക് ഉറപ്പാക്കാം അല്ലെ.
ആ ഒരു സുരക്ഷയും നമുക്ക് അങ്ങനെയല്ലേ, നമുക്ക് ആ സൗകര്യങ്ങള്, നമ്മൾ നല്ല സൗകര്യങ്ങൾ കൂടുതലുണ്ട്, എല്ലാരും ഓക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ ആ ലബോറട്ടറി വർക്കേഴ്സ് ലാബിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ സേഫ്റ്റിയും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. ആ സൗകര്യമൊക്കെ കുറവാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ അവര് ആ റിസ്ക് എടുത്ത് തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ലബോറട്ടറി ഡയറക്ട്ലി അഫക്ട്, ആരെയൊക്കെ അഫക്ട് ചെയ്യാം? ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡേറ്റ, then efficiency and safety of laboratory workers. ലബോറട്ടറി വർക്കേഴ്സിന്റെ കാര്യക്ഷമത, അവരുടെ സുരക്ഷ, ഇതിനെയൊക്കെ നേരിട്ട് അഫക്ട് ചെയ്യും, ഇതിനെ ബാധിക്കും. ഇനി the management of laboratory is responsible for providing sufficient resources to staff to guarantee efficient working of the laboratory. എന്താ പറഞ്ഞേക്കുന്നത്? ഇത് മാനേജ്മെന്റ് ഓഫ് ദ ലബോറട്ടറി is responsible for. അപ്പോ ഈ ലബോറട്ടറി മാനേജ്മെന്റിന് എന്തിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്? For providing sufficient resource to staff. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് മതിയായിട്ടുള്ള വിഭവങ്ങള്, ആ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഈ ലബോറട്ടറി മാനേജ്മെന്റിന് ഉത്തരവാദിത്വം ഉണ്ട്. അത് എന്തിനു വേണ്ടിയാ അങ്ങനെ എഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു ഗ്യാരണ്ടി എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ദ ലബോറട്ടറി. അതായത് ആ ലബോറട്ടറിയുടെ ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആ സ്റ്റാഫുകൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തം? ലബോറട്ടറി മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? അത് എന്താണ് ലബോറട്ടറി മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത്? എന്താണ്? പ്രൊവൈഡിങ് സഫീഷ്യന്റ് റിസോഴ്സ് ടു ദ സ്റ്റാഫ്. ആ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ, അവർക്ക് ഓരോന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ, ടെസ്റ്റ് ചെയ്യാനും അവരുടെ വർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. നമുക്കത് ഓരോന്നും ടെസ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ആവശ്യത്തിനുള്ള അതിന് ചേർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും റിസോഴ്സുകൾ വേണമല്ലോ അല്ലെ, അതിനകത്തേക്ക് വേണ്ടതൊക്കെ. അപ്പൊ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലബോറട്ടറി മാനേജ്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ലബോറട്ടറിയുടെ ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ആ ലൈനും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഇനി നെക്സ്റ്റ്, അപ്പൊ അത്രയാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. ഒരു നല്ലൊരു ലബോറട്ടറിയുടെ ഡിസൈൻ ഇനി പറയുന്ന കാര്യങ്ങള് എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കണം. അപ്പൊ ഇങ്ങനെ ഈ താഴെ പറയുന്ന കാര്യങ്ങള് ലബോറട്ടറിയിൽ വേണം. ഈ ഒരു നല്ലൊരു ലബോറട്ടറി ഡിസൈൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കണം, അല്ലെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യണം ഒരു നല്ലൊരു ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അവരത് ഉൾപ്പെടുത്തണം. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് സൈനേജ് എന്ന് പറയുന്നത്. സൈൻ ബോർഡുകളില്ലേ, സൈൻ ബോർഡുകൾ. അപ്പൊ ഇതിപ്പോ എവിടെ ചെന്നാലും നമുക്ക് കാണാം. എന്തിനാ സൈൻ ബോർഡുകളൊക്കെ വെക്കുന്നത്? നമുക്ക് ഒരു നോളജ്, ഒരു അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടില്ലേ, അവിടുത്തെ പ്രവർത്തനങ്ങള് കാര്യങ്ങള് എല്ലാരും. ഇപ്പൊ എവിടെയാണെങ്കിലും നമുക്കൊരു ബോർഡ് ഉണ്ടാവും, സൈൻ ബോർഡുകൾ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഒരു നല്ലൊരു ലബോറട്ടറിയില് വേണ്ട ഈ ഒരു കാര്യമാണ് സൈനേജുകള്, സൈൻ ബോർഡുകള്, സൈനേജ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാണ്ട് കേട്ടോ. ഇനി അടുത്ത് സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി എന്നുള്ള ഒരു ചെറിയ ടോപ്പിക് അപ്പുറം വരുന്നുണ്ട്. സിംബലുകളും സൈനും ഒക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈനേജ് ആണ്. സൈനേജ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ഫെസിലിറ്റി. അപ്പൊ ലബോറട്ടറിയുടെ ഉള്ളിലോ പുറത്തോ എന്നാണ്. പക്ഷെ എന്താ, ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് രണ്ടിടത്തും വെക്കാറുണ്ട് സൈനേജ്. ഇപ്പൊ പുറത്ത് വരുന്നവർക്ക് അറിയാൻ പുറത്തും, ഇപ്പൊ അകത്ത് ഇരിക്കുന്നവർക്കാണെങ്കിലും നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് അകത്തും, രണ്ട് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് അവിടെ സൈനേജുകൾ വെക്കുന്നുണ്ട്. നിങ്ങൾ ലാബിൽ പോയിട്ടില്ലേ? സൈൻ ബോർഡുകൾ കണ്ടിട്ടില്ലേ? സൈനേജുകള്
അല്ലെ? അത് നമ്മൾ പുറത്തുനിന്ന് ചെല്ലുമ്പോ നമുക്ക് അറിയാനും പിന്നെ അകത്ത് കയറി കഴിഞ്ഞാലും കാണാൻ പാകത്തിന് രണ്ടും വെക്കാറുണ്ട് കേട്ടോ. ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, രണ്ടിലും അകത്തും പുറത്തും ഇങ്ങനെയുള്ള സൈനേജുകൾ വെക്കാറുണ്ട്. ഓക്കെ, signage within or outside the facility should be made available. ഇപ്പൊ എന്താ ഫസ്റ്റ് കാര്യം എന്താ വേണ്ടേ? സൈനേജ്, അവിടെ സൈൻ ബോർഡുകൾ അവൈലബിൾ ആയിരിക്കണം, ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഓക്കെ, പുറത്തും അകത്തും സൈൻ ബോർഡുകൾ അവൈലബിൾ ആയിരിക്കണം. ഇനി that consists of the following information. ഇവിടെ ചോദിക്കാം എക്സാമിന് എന്തൊക്കെയാണോ സൈനേജിൽ വേണ്ട അല്ലെങ്കിൽ സൈൻ ബോർഡുകളിൽ ഉൾക്കൊള്ളേണ്ട ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. എന്തൊക്കെ വേണം? നെയിം വേണം, രജിസ്റ്റർ നമ്പർ, അവര് രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ നമ്പർ, then സർവീസ് ഓഫേർഡ്, അപ്പൊ ലാബിൽ കിട്ടുന്ന സർവീസുകൾ, എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ ചെയ്യുന്നതെന്നുള്ളത്, അത് സർവീസ് ഓഫേർഡ്, വർക്കിംഗ് അവേഴ്സ്, എത്ര സമയം മുതൽ എത്ര സമയം വരെ ലാബിന്റെ പ്രവർത്തന സമയം, അത്, then കോണ്ടാക്ട് നമ്പർ, പിന്നെ അത് അവര് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും. ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസസ്, പല പല ടെസ്റ്റുകൾക്ക് അവർ നൽകുന്ന അല്ലെങ്കിൽ ആൻഡ് സർവീസുകൾ, സേവനങ്ങൾക്കുള്ള ഫീസുകൾ. അപ്പൊ ഇതെല്ലാം കാണിച്ചു കൊണ്ടുള്ള ഒരു സൈനേജ്, സൈൻ ബോർഡ് അകത്തും പുറത്തും ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പൊ സൈനേജിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് വേണ്ടതെന്ന്, ഏതൊക്കെ വേണം? നെയിം വേണം, രജിസ്ട്രേഷൻ, ആ ലാബിന്റെ പേരുണ്ടാവുമല്ലോ, പേര്, അവരുടെ രജിസ്ട്രേഷൻ നമ്പർ, സർവീസ് ഓഫേർഡ്, അവിടെ നിന്ന് നൽകുന്ന സർവീസുകൾ ഏതൊക്കെയാണ്, വർക്കിംഗ് അവേഴ്സ്, കോണ്ടാക്ട് നമ്പർ, ഫീസ്, പല ടെസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സർവീസുകൾക്കുള്ള ഫീസുകൾ. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കേണ്ട, നേരെ അത് വായിച്ചു നോക്കി അറിയാം, ഇന്ന ടെസ്റ്റിന് ഇത്ര രൂപ, അല്ലെ? അപ്പൊ അവിടെ നിന്ന് എന്തൊക്കെ സർവീസുകൾ അവിടെ രാവിലെ ചെയ്യുന്നുണ്ടെന്നും അതിനുള്ള കറക്റ്റ് ഫീസും ഒക്കെ ആ സൈനേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇനി അടുത്തത് ലബോറട്ടറിയിൽ വേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ. യൂസ് സേഫ്റ്റി സൈനേജ് ആസ് ആപ്ലിക്കബിൾ. എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്, അതായത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങൾ. യൂസ് സേഫ്റ്റി സൈനേജ്, സേഫ്റ്റി സൈനേജുകൾ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അതായത് നമുക്ക് ഇപ്പൊ നമ്മൾ ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ളത്, ഫ്ലെയിമബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ജനറൽ ഡേഞ്ചർ എന്നുള്ള സൈനേജുകളൊക്കെ, സേഫ്റ്റി സൈനേജുകളും ഉപയോഗിക്കാം. എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്, അത്യാവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങൾ, നമ്മുടെ സേഫ്റ്റി നോക്കിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതാണ് ഈ സൈനേജുകളിൽ നമ്മൾ ഓരോ സിംബലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ജനറൽ ഡേഞ്ചർ, അത് നിങ്ങൾക്ക് അവിടെ സൈനേജുകൾ കുറച്ച് 2-3 പേജ് കഴിയുമ്പോൾ അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ഓരോന്നിന്റെയും സിംബലും കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ട്, പിക്ചർ അടക്കം ഓൾറെഡി കണ്ടോ ഇവിടെ കിടക്കുന്നുണ്ട്. ഡേഞ്ചർ, ഫ്ലെയിമബിൾ, ഹാർംഫുൾ, കണ്ടോ? അങ്ങനെയുള്ള സൈനേജുകൾ, സേഫ്റ്റി സൈനേജുകൾ നമുക്ക് അവിടെ ഉപയോഗിക്കാം, അത് വേണം. പിന്നെ എമർജൻസി പ്ലാൻ, അതായത് ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡന്റ്സ് എക്സെട്ര, അങ്ങനെയുള്ള ഒരു എമർജൻസി പ്ലാനുകൾ. ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാന്, ദുരന്ത നിവാരണ പദ്ധതികള്, എമർജൻസി ആയിട്ടുള്ള ഒരു അത്യാഹിതത്തിനുള്ള ആസൂത്രണ കാര്യങ്ങള്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകൾ, ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. ഫയർ, പെട്ടെന്നൊരു തീപിടുത്തം വരികയാണ്, അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജുകൾ, എന്തെങ്കിലും കെമിക്കൽസുകൾ അത് തൂളുവോ ഇങ്ങനെ വീഴുകയോ ഒക്കെ ചെയ്യാണ്, രാസചോർച്ച, അതാണ് കെമിക്കൽ സ്പില്ലേജ് എന്ന് പറഞ്ഞത്. അവിടെ ലാബിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും രാസവാതകങ്ങളൊക്കെ ലീക്ക് സംഭവിക്കോ, അല്ലെങ്കിൽ ലാബ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുവാണെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ള എമർജൻസി പ്ലാനുകളും പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനും, അതായത് ദുരന്ത നിവാരണ പദ്ധതികളും അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത് കോൺസ്റ്റന്റ് പവർ സപ്ലൈ, ഒരു കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള പവർ സപ്ലൈ വേണം. അവിടെ കറണ്ട് ഒന്നും പോകാൻ പാടില്ല, സ്ഥിരമായി ഒരു പവർ സപ്ലൈ വേണം. പിന്നെ അടുത്തത് വെന്റിലേഷൻ,
എൻവയോൺമെന്റ് കൺട്രോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇതൊക്കെ ലാബിന് വേണ്ട ഒരു ഫെസിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. ലബോറട്ടറി, ഒരു നല്ലൊരു ലബോറട്ടറി ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തണം. വെന്റിലേഷൻ വേണം, എയർ ഇത് കിട്ടുന്നതിന് വേണ്ടി വെന്റിലേഷൻ, എൻവയോൺമെന്റ് കൺട്രോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇതൊക്കെ കൺട്രോൾ ചെയ്യണം. ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്, ആവശ്യത്തിന് എല്ലായിടത്തും ലൈറ്റ്, ഒരു ലൈറ്റിലൊന്നും എല്ലായിടത്തേക്കും അതിന്റെ ലൈറ്റ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും അവിടെ വേണം. പിന്നെ അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. റെഫറൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഈ ഒരു ലാബില് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, ചിലപ്പോ അവിടെ നിന്ന് റെഫറൻസിന് വേറെ അത് ടെസ്റ്റുകൾക്ക് വേണ്ടി വേറെ ലാബിലേക്കൊക്കെ നമുക്ക് അയക്കാം അല്ലെ, അതിന്റെ തന്നെ മറ്റു ബ്രാഞ്ചുകളിലേക്ക് അയക്കാം റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ആ റെഫറൽ സെന്റേഴ്സ് അല്ലെങ്കിൽ മറ്റു ബ്രാഞ്ചുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഒരു ലാബിൽ ഒരു ടെസ്റ്റ് ചെയ്തു, അത് നമ്മൾ ഫർദർ കുറച്ചുകൂടി ഒന്ന് റെഫറൻസിന് വേണ്ടി അതിന്റെ വേറൊരു ബ്രാഞ്ചിലൂടെ ടെസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ മറ്റു ബ്രാഞ്ചുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാനും വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി റെഫറൽ സെന്റേഴ്സുമായിട്ട്, റെഫറൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് ബ്രാഞ്ചുകളാട്ടോ, ലാബിന്റെ തന്നെ മറ്റു ബ്രാഞ്ചുകൾ, അതുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് പോയിന്റില് അതറിയാലോ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണം, മറ്റു ബ്രാഞ്ചുകളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണം. നെക്സ്റ്റ്, ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്. കാർസിനോജൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ആണ്, കെമിക്കലുകൾ. ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻ കെമിക്കൽസ്, ഓക്കെ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞില്ലല്ലോ. ഓക്കെ, ട്രാൻസ്പോർട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഏതായാലും മുന്നത്തെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞു, മറ്റു ബ്രാഞ്ചുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞു. ഇനി തൊട്ട് താഴെ ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഓർ സാമ്പിൾ ടു ദ റെഫറൽ സെന്റേഴ്സ്. ആ റെഫറൽ സെന്റേഴ്സ്, അതായത് മറ്റു ബ്രാഞ്ചുകളിലേക്ക് നമ്മളിപ്പോ ഈ സ്പെസിമെൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള സ്പെസിമെൻ അല്ലെങ്കിൽ സാമ്പിൾ കൊണ്ടുപോകണ്ടേ, അപ്പൊ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. അങ്ങോട്ടേക്ക് ആ സാമ്പിൾ എത്തിക്കണ്ടേ. അപ്പൊ ഈ ലാബിൽ തന്നെ അങ്ങനെയുള്ള വാഹനങ്ങള് ഇപ്പൊ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ലാബിൽ വേണം. ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഓർ സാമ്പിൾ ടു റെഫറൽ സെന്റേഴ്സ്. റെഫറൽ സെന്റേഴ്സിലേക്ക് സാമ്പിളോ അല്ലെങ്കിൽ സ്പെസിമെൻ ഒക്കെ കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. ഓക്കെ, ഞാനത് കണ്ടില്ലാത്തോണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലേ. ഇനി അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞത്, ഇനി ലാബ് ഏരിയ ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻ. ലാബ് ഏരിയ, കാർസിനോജൻ എന്ന് പറയുന്നത് കെമിക്കൽസ് ഒക്കെ ഉള്ളത്. റേഡിയോ ഐസോട്ടോപ്സ്, റേഡിയം, യുറേനിയം പോലുള്ള റേഡിയോ ഐസോട്ടോപ്പുകൾ ഉള്ളത്. ബയോ ഹസാർഡ്സ്, വേസ്റ്റുകളൊക്കെ ഹസാർഡ്സ് ആയിട്ടുള്ള, ബയോ ഹസാർഡ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് laser should be correctly marked with proper warning sign. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കെമിക്കൽസ് ആവട്ടെ, റേഡിയോ ഐസോട്ടോപ്പുകൾ ആവട്ടെ, ബയോ ഹസാർഡ്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ലേസർ, ഇതൊക്കെ എന്താണ് ആ പ്രോപ്പർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണമെന്ന്, വിത്ത് പ്രോപ്പർ വാർണിംഗ് സൈൻ. നമുക്കത് വാർണിംഗ് തരാനായിട്ട്, ഒരു മുന്നറിയിപ്പ് തരാനുള്ള സൈനുകൾ വെച്ചിട്ട് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ ഏരിയകളെല്ലാം, ഇതൊക്കെ ഉൾപ്പെടുന്ന ലാബ് ഏരിയകളെല്ലാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ലാബ് ഏരിയകൾ ശരിയായിട്ടുള്ള വാർണിംഗ് സൈനുകൾ ഉപയോഗിച്ചിട്ട് തന്നെ കൃത്യമായി മാർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ നമ്മൾ അവിടെ ഇപ്പോ കെമിക്കൽസ് അല്ലെങ്കിൽ ലേസേഴ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്, ലാബ് ഏരിയ ആണ്, അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല എന്നൊക്കെ ഉള്ള ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വാർണിംഗ് കിട്ടുന്ന രീതിയിലുള്ള മാർക്കുകൾ നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ല
അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഡേഞ്ചറസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള വാർണിംഗ് സൈനുകള് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. എവിടെയാ? ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ലാബ് ഏരിയകളിൽ. ക്ലിയർ ആയോ? കാർസിനോജൻ, റേഡിയോ ഐസോട്ടോപ്പ്, ബയോഹസാർഡ്സ്, ലേസേഴ്സ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആ ലാബ് ഏരിയയില് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് നമുക്ക് വാർണിംഗ് സൈനുകൾ ഉപയോഗിച്ചിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആണ് അല്ലെ, അങ്ങോട്ട് പ്രവേശനമില്ല അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണെന്നുള്ളൊരു നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ ആയിട്ട് തന്നെ നമുക്കൊരു മുന്നറിയിപ്പ് കിട്ടുന്ന രീതിയിലുള്ള വാർണിംഗ് സൈനുകൾ ഉപയോഗിച്ചിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെക്കണം, മാർക്ക് ചെയ്യണം. അടുത്തത് ടു എസ്ക്യൂ. എസ്ക്യൂ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, അവോയ്ഡ് എന്നുള്ള മീനിങ് കേട്ടോ. എസ്ക്യൂ അവോയ്ഡ്, ഒഴിവാക്കുക. ടു അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ, നമുക്ക് അവോയ്ഡ് ഒഴിവാക്കുക എന്നുള്ള മീനിങ് എസ്ക്യൂ എന്നുള്ളത്. ക്രോസ് കണ്ടാമിനേഷൻ, the basic infrastructure facility should have separated designed areas for reception, for specimen collection, for waiting, work area, disposal area, cleaning of glass wires, toilet facility for staff and for patients. എന്ത് ചെയ്യാ? ഇത് നമ്മള് ക്രോസ് കണ്ടാമിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്, അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ത് ചെയ്യണം? ഷുഡ് ഹാവ് എ സെപ്പറേറ്റഡ് ഡിസൈൻ ഏരിയ. ഇതെല്ലാം എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കണത് അവിടെ? നമ്മൾ സെപ്പറേറ്റ് ചെയ്യണത്. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും കൂടി കലരാത്ത രീതിയിൽ നമ്മൾ ഓരോ സ്ഥലവും സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ലാബ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. അത് എന്തിനു വേണ്ടിയാ? ടു അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാവ് എ സെപ്പറേറ്റഡ് ഡിസൈൻഡ് ഏരിയ. നമ്മൾ ഈ ഓരോ ഏരിയയും, റിസപ്ഷൻ ഒരു സ്ഥലം, സ്പെസിമെൻ കളക്ഷന് വേറെ, അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാത്ത രീതിയിൽ വേറൊരു സ്ഥലം, വെയിറ്റിംഗ് ഏരിയന്, അത് വർക്ക് ചെയ്യുന്ന ഏരിയ, ഡിസ്പോസ് ചെയ്യുന്ന ഏരിയ, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, ക്ലീൻ ചെയ്യുന്ന ക്ലീനിങ് ഏരിയ, ടോയ്ലറ്റ് ഫെസിലിറ്റി, സ്റ്റാഫിനും പേഷ്യൻസിനുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി, ഇങ്ങനെയുള്ള ആ ഏരിയകള് അതെല്ലാം നമ്മൾ എങ്ങനെയാകണം? സെപ്പറേറ്റഡ്. ഇതെല്ലാം ഓരോന്നും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചറിൽ അങ്ങനെ എന്ത് ചെയ്യാ? നമ്മൾ ആ ലാബിന്റെ അത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് നിർത്തണം. ഓക്കെ, എന്തിനു വേണ്ടിയാ? ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. Specimen or sample or slide storage facility including cold storage. കണ്ടോ എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? നമുക്ക് ഈ സ്പെസിമെൻ അല്ലെങ്കിൽ സാമ്പിളുകള്, സ്ലൈഡുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എന്താ? കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള, എന്നുവെച്ചാൽ നമ്മൾ ചിലപ്പോ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെസിമെനുകള്, സ്ലൈഡുകളൊക്കെ ചീത്തയാവും പോവാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഫ്രീസ് ചെയ്തൊക്കെ സൂക്ഷിക്കുന്നതാണ് കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി എന്താ ഉണ്ടായിരിക്കണം. whenever applicable. ഓക്കെ, അപ്പൊ ബാധകമായിട്ടുള്ള ഇടങ്ങളിലെല്ലാം ഈ കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ചില മരുന്നുകളൊക്കെ നമ്മൾ പുറത്ത് വെച്ചാൽ ചീത്തയായിപ്പോ അല്ലെ? അപ്പൊ നമ്മൾ എവിടെ വെക്കണം? ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ട മരുന്നുകൾ ഉണ്ടാവും അല്ലെ? അത് ഫ്രീസ് ചെയ്ത് തന്നെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള മരുന്നുകളില്ലേ? നമ്മൾ പറയില്ലേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്ന് പറയും. ഇൻസുലിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ചില മരുന്നുകൾ നമ്മൾ അങ്ങനെ ആ ഒരു പ്രോപ്പർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ നമ്മൾ കോൾഡ് ചെയ്ത് തന്നെ സൂക്ഷിക്കുന്നത്. പുറത്ത് സാധാരണ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ചീത്തയാവേണ്ട ഇതൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സ്പെസിമെനുകളും സ്ലൈഡുകള് അല്ലെങ്കിൽ സാമ്പിളുകളൊക്കെ എന്തും കൂടി വേണം? ഈ കോൾഡ് സ്റ്റോറേജ് ആ ഒരു ഫെസിലിറ്റി ഉള്ള ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യണം എന്നാ പറഞ്ഞേക്കണത്. കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള ആ സ്റ്റോറേജ് ഫെസിലിറ്റികൾ അവിടെ ലാബില് ഉണ്ടായിരിക്കണം.
ഫ്രിഡ്ജിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ടതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് വെച്ചാൽ അത് ചീത്തയായി പോകും. അതും കൂടി ഉൾക്കൊള്ളണം. കണ്ടോ, സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വേണമെന്നാ പറഞ്ഞേക്കുന്നത്. സ്പെസിമെൻ സാമ്പിൾ സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി. അത് എന്തിനുള്ള, ഇൻക്ലൂഡിങ് ഏതും കൂടി ഉൾപ്പെടുന്ന കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ലാബിൽ ഉണ്ടായിരിക്കണം. Then only authorized personnel should have access to examination area, record keeping area. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. അപ്പൊ അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർക്ക് മാത്രം ഇപ്പൊ എക്സാമിനേഷൻ ഏരിയയിലേക്ക്, റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന ഏരിയയിലേക്കുള്ള പ്രവേശനം ഒക്കെ ഉണ്ടാകുള്ളൂ. ഇപ്പൊ നമ്മൾ സാധാരണ ആളുകൾ ചെന്ന് അങ്ങോട്ടേക്ക് ഒന്നും നമുക്ക് പ്രവേശനം ഇല്ല, നോ എൻട്രി, അങ്ങോട്ട് കയറാൻ പാടില്ല. അപ്പൊ ഈ റെക്കോർഡ് കീപ്പിംഗ് ഏരിയ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഏരിയയിലേക്ക് ആർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ? ഓതറൈസ്ഡ് പേഴ്സണൽ, അതിന് അധികാരമുള്ള ആ ഒരു ഉദ്യോഗസ്ഥന് മാത്രമേ എക്സാമിനേഷൻ ഏരിയയിലേക്കും റെക്കോർഡ് കീപ്പിംഗ് ഏരിയയിലേക്കുമുള്ള പ്രവേശനം ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഗുഡ് ലബോറട്ടറി ഡിസൈനിൽ വരുന്നത്. ഓക്കെ, ഒരുവിധ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ഫസ്റ്റത്തേല് നമ്മൾ പറഞ്ഞു സൈനേജ് വേണമെന്ന് പറഞ്ഞു. അതെവിടെയാ? ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഇൻസൈഡിലും ഔട്ട്സൈഡിലും വേണം, പുറത്തും അകത്തും വേണം. അതിന് വേണ്ട കാര്യങ്ങൾ അത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നെയിം വേണം, രജിസ്ട്രേഷൻ നമ്പർ, സർവീസ്, അവിടെ ഓഫർ ചെയ്യുന്ന സർവീസുകൾ, വർക്കിംഗ് അവർ, കോണ്ടാക്ട് നമ്പർ, ഫീസ്, പല സർവീസിനുള്ള ഫീസുകളൊക്കെ കാണിക്കുന്ന സൈനേജ് വേണം. പിന്നെ രണ്ടാമത്തേല് ഹെൽത്ത് എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്, അത്യാവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങൾ വേണം. യൂസ് സേഫ്റ്റി സൈനേജുകൾ അവിടെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്തത് എമർജൻസി പ്ലാൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ വേണം. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പവർ സപ്ലൈ വേണം. പിന്നെ വെന്റിലേഷൻ, നല്ല വെന്റിലേഷൻ വേണം. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എൻവയോൺമെന്റൽ കൺട്രോൾ വേണം. പിന്നെ അതുപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് വേണം. പിന്നെ നമ്മൾ ടെസ്റ്റുകൾക്കായിട്ട് റെഫറൻസ് മറ്റുള്ള ബ്രാഞ്ചുകളിലേക്ക് നമ്മൾ ഇത് സാമ്പിളൊക്കെ കൊടുക്കുമ്പോൾ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണം. പിന്നെ അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. അത് റെഫറൻസ് സെന്റേഴ്സിലേക്ക് സാമ്പിൾ കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. പിന്നെ നമ്മള് ലാബ് ഏരിയകൾ, ഇങ്ങനെ കെമിക്കലുകളും റേഡിയോ ഐസോട്ടോപ്പ് ഹസാർഡ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ലാബ് ഏരിയ കറക്റ്റ് ആയിട്ട് വാർണിംഗ് സൈനുകൾ, പ്രോപ്പർ ആയിട്ടുള്ള വാർണിംഗ് സൈൻ ഉപയോഗിച്ച് തന്നെ അത് മാർക്ക് ചെയ്യണം. പിന്നെ ഈ ക്രോസ് കണ്ടാമിനേഷൻ, അടുത്ത പോയിന്റില് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഏരിയകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഇരിക്കണം. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ അങ്ങനെ വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. പിന്നെ അടുത്തത് ഈ സ്പെസിമെൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വേണം. പിന്നെ ഈ എക്സാമിനേഷൻ ഏരിയ, റെക്കോർഡ് കീപ്പിംഗ് ഏരിയയിലേക്ക് അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ പോയിന്റ്സുകൾ? ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. ഇനി അടുത്തത് ലെവൽസ് ഓഫ് ലബോറട്ടറി. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ലെവലുകൾ ഏതൊക്കെയാണെന്നുള്ളത്. സ്മോൾ സൈസ്ഡ് ലബോറട്ടറി ഉണ്ട്, മീഡിയം സൈസ്ഡ് ലബോറട്ടറി ഉണ്ട്. ഓക്കെ, ലെവൽ ഓഫ് ലബോറട്ടറീസ്. മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു NABL, അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ. NABL എന്ന് പറഞ്ഞ നാഷണൽ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ laboratories. Testing and calibration laboratories. Okay. Medical laboratories according to NABL are divided into 4. എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? NABL, according to NABL, medical laboratories are divided into 4. 4 തരത്തില് ലബോറട്ടറികളെ നമുക്ക് ഡിവൈഡ് ചെയ്യാം.
irrespective of the place they are operating and are equally applicable to both public and private sectors. അവ പ്രവർത്തിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സ്ഥലം പരിഗണിക്കാതെ തന്നെ irrespective of the place അവര് പ്രവർത്തിക്കുന്ന സ്ഥലം പരിഗണിക്കാതെ തന്നെ they are operating and are equally applicable to both the public and the private sector. Public ആയിട്ടുള്ളവർക്കും പ്രൈവറ്റ് സെക്ടേഴ്സിലുള്ളവർക്കും equally applicable ആണ് രണ്ടുപേർക്കും equally applicable ആയിട്ട് അതാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ലബോറട്ടറീസിനെ നമുക്ക് 4 തരമായിട്ടാണ് തിരിക്കുന്നത്. സ്മോൾ സൈസ്ഡ് ലബോറട്ടറി ഉണ്ട്. ഇത് എക്സാമിന് മിക്കവാറും ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സെക്ഷന്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി. അപ്പൊ അവിടെ നോക്കി, ഈ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് സാമ്പിൾസ് ഓഫ് അപ് ടു 100 patients or participants per day. അപ്പൊ ഒരു ദിവസം എത്ര പേഷ്യൻസിന്റെ സാമ്പിൾ റിസീവ് ചെയ്യുള്ളൂ അവിടെ? അപ് ടു 100, 100 വരെ, അതിൽ കൂടുതൽ എടുക്കൂല. 100 വരെ ഉള്ള ആളുകളുടെ സാമ്പിൾ മാത്രമേ അവിടെ ഒരു പെർ ഡേ ആണ് കേട്ടോ, ഒരു ദിവസം റിസീവ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ലബോറട്ടറിയാണ് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. A laboratory that receives samples of up to 100 patients or participants per day. Clear ആയില്ലേ? സ്മോൾ സൈസിൽ എത്ര വരെ? അപ് ടു 100. ഒരു ദിവസം 100 വരെയുള്ള ആളുകളുടെ സാമ്പിൾ മാത്രമേ റിസീവ് ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ മീഡിയം സൈസ്ഡ് ലബോറട്ടറി. എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് സാമ്പിൾ ഓഫ് അപ് ടു 101. അപ്പൊ 101 മുതൽ 400 patients per day. അപ്പൊ അവിടെ എത്ര സാമ്പിളുകൾ റിസീവ് ചെയ്യും? 101 മുതൽ 100 കൂടുതൽ അല്ലെ, 101 മുതൽ 400 വരെയുള്ള 400 പേഷ്യൻസിന്റെ വരെയുള്ള സാമ്പിളുകൾ മീഡിയം സൈസ്ഡ് ലബോറട്ടറിയിൽ റിസീവ് ചെയ്യും പെർ ഡേ. ഒരു ദിവസമാണ് കേട്ടോ, ഒരു ദിവസത്തെ കാര്യം പറയുന്നത്. ഇനി ലാർജ് സൈസ്ഡ് ലബോറട്ടറിയിലാണെങ്കിലോ എത്രയാ? Laboratory receives samples of more than 401. അതായത് നമ്മള് 401 മുതൽ 400 കഴിഞ്ഞ് 401 മുതൽ 1000 വരെയുള്ള പേഷ്യൻസിന്റെ 1000 ആളുകളുടെ സാമ്പിൾ വരെ ഒരു ദിവസം റിസീവ് ചെയ്യും. അങ്ങനെയുള്ളതാണ് ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, 401 മുതൽ 1000 വരെ. ഇനി വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി എത്രയാണ് നോക്കിയേ? ലബോറട്ടറി ദാറ്റ് റിസീവ് മോർ ദാൻ 1000 പേഷ്യന്റ്. ഈ 1000 ആളുകളിൽ കൂടുതൽ സാമ്പിള് ഒരു ദിവസം റിസീവ് ചെയ്യും. അങ്ങനെയുള്ള ലബോറട്ടറിയാണ് വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ അങ്ങനെ 4 എണ്ണം. അതിന്റെ ആ നമ്പറുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സ്മോൾ സൈസ് ആണെങ്കിൽ അപ് ടു 100 വരെ, മീഡിയം സൈസിലാണെങ്കിൽ 101 to 400 വരെ, ലാർജ് സൈസിലാകുമ്പോഴത്തേക്കും 401 to 1000 വരെ, വെരി ലാർജ് സൈസ്ഡ് ആകുമ്പോഴത്തേക്ക് മോർ ദാൻ 1000. അങ്ങനെ എണ്ണം ഒന്ന് നോക്കി വെക്കാം. അത്രയും സാമ്പിളുകൾ മാത്രമേ പെർ ഡേ ഒരു ദിവസം റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ അടുത്ത ഒരു ഡിവിഷൻ നോക്കിയേ, മൾട്ടിപ്പിൾ ലൊക്കേഷൻ. അടുത്തൊരു ഇതായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4 ആയിട്ടെന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അത് മൾട്ടിപ്പിൾ ലൊക്കേഷൻ, അത് ഇന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നമുക്ക് 4 ഡിവിഷനേ വരുന്നുള്ളൂ. ഓക്കെ, സ്മോൾ സൈസ്ഡ് ലബോറട്ടറി, മീഡിയം സൈസ്ഡ് ലബോറട്ടറി, ലാർജ് സൈസ്ഡ് ലബോറട്ടറി, വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി. അത് ക്ലിയർ അല്ലേ? 4 എണ്ണം, 4 ഡിവിഷൻ. ഓക്കെ, സിമ്പിൾ ആണ്, ആ നമ്പർ മാത്രം നോക്കിയാൽ മതി. ഇനി അടുത്തത് മൾട്ടിപ്പിൾ ലൊക്കേഷൻ. എന്താ? എ ലബോറട്ടറി ഹാവിംഗ് മോർ ദാൻ 1 ലൊക്കേഷൻ ഇൻ ദ സെയിം ഡിസ്ട്രിക്ട് വിത്ത് ദ സെയിം ലീഗൽ ഐഡന്റിറ്റി. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഡിസ്ട്രിക്റ്റില്, ഇപ്പൊ എറണാകുളം, ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു ഡിസ്ട്രിക്റ്റില് സെയിം ലീഗൽ ഐഡന്റിറ്റിയില് മോർ ദാൻ 1 ലൊക്കേഷനില് ലബോറട്ടറി പ്രവർത്തിക്കും. ഒന്നിലധികം സ്ഥലങ്ങളില് ലബോറട്ടറി ഉണ്ടെന്ന്. അതായത് ഒരു ഡിസ്ട്രിക്ട് സെയിം, ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരേ ഐഡന്റിറ്റിയില് ഒന്നിലധികം സ്ഥലങ്ങളില് ലബോറട്ടറി ഉണ്ടെന്ന്. മോർ ദാൻ 1 ലൊക്കേഷൻ, ഒന്നിലധികം ലൊക്കേഷനില് സെയിം ഐഡന്റിറ്റിയില്, സെയിം ലീഗൽ ഐഡന്റിറ്റിയില്, സെയിം ഡിസ്ട്രിക്റ്റില് ഒന്നിലധികം മോർ ദാൻ 1, ഒന്നിലധികം ലൊക്കേഷനില്
എന്തുണ്ട്? ലബോറട്ടറി ഉണ്ട്. ഓക്കെ, more than one location, ഒന്നിലധികം ലൊക്കേഷനുകൾ ഉണ്ട്. ഇൻ ദ സെയിം ഡിസ്ട്രിക്ട്, സെയിം ഡിസ്ട്രിക്റ്റില് സെയിം ലീഗൽ ഐഡന്റിറ്റിയില് ഒന്നിലധികം ലൊക്കേഷനില് ലബോറട്ടറി ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എക്യുപ്മെന്റ്സ് ആണ്. ഇനി അടുത്തത് എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റ്, ഓക്കെ, അത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന ടോപ്പിക്കാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്യുപ്മെന്റ്സ്, അടുത്ത് നോക്കി, ഈച്ച് ലബോറട്ടറി എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ. ഈച്ച് ലബോറട്ടറി ഷുഡ് അറേഞ്ച് എ ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് needed for functioning of the laboratory depending on the kind of test performed. ഉണ്ടോ? ഓരോ ലാബോറട്ടറിയിലും നടത്തിയ ആ പരിശോധനകൾ, on the kind of test performed, ഓരോ ലാബോറട്ടറിയിലും നടത്തിയ പരിശോധനകളെ അടിസ്ഥാനമാക്കിയിട്ട് ആശ്രയിച്ച് ലബോറട്ടറിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റിന്റെ ഒരു ലിസ്റ്റ് ക്രമീകരിക്കണം. ഓക്കെ, ഈച്ച് ലബോറട്ടറി ഷുഡ് അറേഞ്ച് എ ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ്. അതായത് ഓരോ ലാബോറട്ടറിയിലും എന്ത് വേണം? ഒരു അവിടെയുള്ള എക്യുപ്മെന്റ്സിന്റെ ലിസ്റ്റ് വേണം. അറേഞ്ച് എ ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ്. എങ്ങനെയാ? നീഡഡ് ഫോർ ഫങ്ഷനിങ് ഓഫ് ദ ലബോറട്ടറി ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് ടെസ്റ്റ് പെർഫോംഡ്. ഏത് തരത്തിലുള്ള ടെസ്റ്റുകളാണ് ആ ലബോറട്ടറിയിൽ പെർഫോം ചെയ്യുന്നത്, നിർവഹിക്കുക. പെർഫോംഡ് എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക. അപ്പൊ ഏതൊക്കെ, ഇപ്പൊ എല്ലാ ലാബോറട്ടറിയിലും എല്ലാ ടെസ്റ്റും ചെയ്യുന്നില്ല അല്ലെ? എല്ലാ ലാബോറട്ടറിയിലൊന്നും എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നില്ല. ചിലയിടത്തിന് ചില ടെസ്റ്റുകൾ ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ ആ ലാബോറട്ടറിയില് നമ്മള് നടത്തുന്ന ടെസ്റ്റുകളെ അടിസ്ഥാനമാക്കി ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ലാബോറട്ടറിയുടെ പ്രോപ്പർ ഫങ്ഷനിങ് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റിന്റെ ഒരു ലിസ്റ്റ് എല്ലാ ലാബോറട്ടറിയും എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളെ ബേസ് ചെയ്തിട്ട് മതി എക്യുപ്മെന്റ് അല്ലെ? അപ്പൊ ആ ലാബോറട്ടറിയിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് മതി അല്ലെ? അപ്പൊ ആ ടെസ്റ്റുകളെ നടത്തുന്നുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ പ്രോപ്പർ ഫങ്ഷനിങ് ഏതൊക്കെ എക്യുപ്മെന്റ്സ് വേണം, അതിന്റെ ഒരു ലിസ്റ്റ് എല്ലാ ലാബോറട്ടറിയും എന്ത് ചെയ്യണം? അത് ക്രമീകരിക്കണം. അതിന്റെ ഒരു ലിസ്റ്റ് ക്രമീകരിക്കണം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ നമുക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാത്ത സാധനങ്ങൾ വേണ്ടല്ലോ. ആ ലാബോറട്ടറിയിൽ നടത്തുന്ന ടെസ്റ്റുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാട്ടോ. ആ ലാബോറട്ടറിയിൽ നടത്തുന്ന ടെസ്റ്റുകള് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ലാബോറട്ടറിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഒരു ലിസ്റ്റ് എല്ലാ ലാബോറട്ടറിയും എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. അപ്പൊ അവിടെ നടത്തുന്ന ടെസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ് മാത്രം മതിയല്ലോ. അവിടെ നടത്താത്ത ടെസ്റ്റുകളുടെ എക്യുപ്മെന്റ്സ് വേണ്ടല്ലോ അവർക്ക്. അതാണ് കേട്ടോ. അപ്പൊ അവിടെ നടത്തുന്ന ടെസ്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ട് ആ ലാബോറട്ടറിയുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളുടെ ഒരു ലിസ്റ്റ് ആ എല്ലാ ലാബോറട്ടറിയും ക്രമീകരിക്കണം. എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ്, ഇനി നോക്കിയേ, ഇനി എക്യുപ്മെന്റ്സിനകത്ത് വരുന്നത് ഏതൊക്കെയാ? കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ഇൻസ്ട്രുമെന്റിന്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോപ്പികൾ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ദെൻ മെഷറിംഗ് സിസ്റ്റം, അത് മെഷർ ചെയ്യുന്ന, അത് അളക്കുന്ന സംവിധാനം. പിന്നെ ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി വിവര സംവിധാനം. അതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്? എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. എക്യുപ്മെന്റ്സ് കൺസിസ്റ്റ് ഓഫ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, അതിന്റെ 3 പേര് ഒന്ന് പഠിച്ചു വെക്കാം. Equipment consists of hardware and software of instruments, measuring system and laboratory information system. ഇനി അടുത്ത, the following should be made sure. ഇനി പറയുന്ന കാര്യങ്ങള് നമ്മൾ ഉറപ്പാക്കണം. ആ ലിസ്റ്റ് പറഞ്ഞില്ലേ നമ്മള്, അപ്പൊ അതില് ഇനി പറയുന്ന കാര്യങ്ങള് ഉറപ്പാക്കണം, ഉറപ്പുവരുത്തണം. The following should be made sure. ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. എന്തൊക്കെയാ?
Equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഈ ലബോറട്ടറിയുടെ ഡിസൈൻ, അതിന്റെ ഡിസൈനും കപ്പാസിറ്റിയും, അത് എത്രത്തോളം നമുക്ക് കൊള്ളാൻ പറ്റും, അതിന്റെ കപ്പാസിറ്റിയും സംബന്ധിച്ച് ഈ ലബോറട്ടറിയുടെ ആവശ്യങ്ങള് നിറവേറ്റുന്നതിനായിട്ടുള്ള എക്യുപ്മെന്റ്സ് തിരഞ്ഞെടുക്കണം. കണ്ടോ? അപ്പൊ ലബോറട്ടറിയുടെ കപ്പാസിറ്റി നോക്കിയിട്ട് മതി നമ്മള് ഏതൊക്കെയാണ്. ഇപ്പൊ വലിയതാണെങ്കിൽ പല ടൈപ്പ് ലബോറട്ടറി പറഞ്ഞില്ലേ നമ്മള്. അപ്പൊ നമ്മൾ കൂടുതൽ ടെസ്റ്റ് നടത്തണമെങ്കിൽ എന്താ, കൂടുതൽ എക്യുപ്മെന്റ്സ് വേണം. അപ്പൊ അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് മതി. ഇപ്പൊ സ്മോൾ സൈസ്ഡ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ അതിനകത്തൊന്നും പറഞ്ഞാൽ അത്രയും ടെസ്റ്റുകളെ നടത്തുന്നുള്ളൂ. അപ്പൊ അത്രയ്ക്കുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളും മതി അവിടെ. അപ്പൊ അതിനകത്ത് നമ്മൾ അങ്ങനെ എങ്ങനെയാ എക്യുപ്മെന്റ്സ് നമ്മൾ ചൂസ് ചെയ്യണത്? ആ ലബോറട്ടറി ഡിസൈനും കപ്പാസിറ്റിയും അനുസരിച്ച്, വിത്ത് റിഗാർഡ് ടു ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി. ആ ലബോറട്ടറിയുടെ ഡിസൈനും അതിന്റെ കപ്പാസിറ്റിയും അനുസരിച്ച് ആ ലാബിനെ സംബന്ധിച്ച് ആ ലബോറട്ടറിയുടെ ആവശ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ചൂസ് ചെയ്യണം. എക്യുപ്മെന്റ് ഷുഡ് ബി ചൂസൺ to meet the requirement of the laboratory with regard to design and capacity. ഉണ്ടോ? ഇനി രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നേ? All equipment should be qualified before it is taken for clinical use. അപ്പൊ അത് നമ്മൾ ക്ലിനിക്കൽ യൂസ് ചികിത്സാപരമായിട്ട്, അതായത് ടെസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കുന്നതിന് മുന്നേ തന്നെ ആ എക്യുപ്മെന്റ്സുകൾ നമ്മൾ ക്ലിനിക്കൽ യൂസിന് ടെസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ എക്യുപ്മെന്റ്സിന്റെയും ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. എല്ലാ ഉപകരണങ്ങളുടെയും ക്ലിനിക്കൽ ഉപയോഗത്തിന് എടുക്കുന്നതിന് മുന്നേ യോഗ്യത നേടിയിരിക്കണം. അതായത് നമ്മളത് ഷുവറാക്കണം, അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം, ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, ക്ലിനിക്കൽ യൂസിന് മുമ്പ് തന്നെ, അതിനെ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്യാനും അതിനൊക്കെ നമ്മൾ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് എക്യുപ്മെന്റ്സുകൾ എടുക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് നേടിയിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി ഓൾ എക്യുപ്മെന്റ്സ് ഷുഡ് ബി ഇൻ യൂസബിൾ കണ്ടീഷൻ അറ്റ് ഓൾ ടൈംസ്. എല്ലാ എക്യുപ്മെന്റും എങ്ങനെ വേണം? എങ്ങനെയായിരിക്കണം? യൂസബിൾ കണ്ടീഷൻ, ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കണം. യൂസബിൾ കണ്ടീഷനിലായിരിക്കണം. ചീത്തയായിട്ടൊന്നും ഇരിക്കാനൊന്നും പാടില്ല. എപ്പോഴും നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ഏത് ടെസ്റ്റുകൾ ചെയ്യാനും എല്ലാ എക്യുപ്മെന്റ്സും എന്താ അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാകത്തിനുള്ളത്, അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കണമെന്ന്. ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ യൂസബിൾ കണ്ടീഷൻ അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും നമുക്ക് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാവുന്ന ഒരു കണ്ടീഷനിൽ ആയിരിക്കണം. ക്ലിയർ ആയില്ലേ? ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ യൂസബിൾ കണ്ടീഷൻ അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും ഉപയോഗിക്കാൻ, യൂസബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരിക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്ത അത് ചീത്തയായിട്ടിരിക്കുകയാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാതെ അങ്ങനെ പാടില്ല. എല്ലാ എക്യുപ്മെന്റ്സും ഓക്കെ ആയിരിക്കണം. എപ്പോ നമുക്ക് അത് ഉപയോഗിക്കേണ്ടി വന്നാലും അതിന് വേണ്ടി എല്ലാവരും ഓക്കെ ആയിരിക്കും. അതിന് എന്താ പറയാ, യൂസബിൾ കണ്ടീഷനിൽ ആയിരിക്കണം. പിന്നെ അടുത്ത് നോക്കിയേ, റെഗുലർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. അതെന്തും ഇൻസ്പെക്ഷൻ ചെയ്യണം. ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ പരിശോധിക്കണം. സ്ഥിരമായിട്ട് നമ്മളത് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ റെഗുലർ ആയിട്ട് പരിശോധന നടത്തണം. റെഗുലർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, ക്ലീൻ ചെയ്യണം, അത് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഷുഡ് ബി പെർഫോംഡ്, അതെല്ലാം നിർവഹിക്കണം. മെയിൻ്റനൻസ് പെർഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ മാനുഫാക്ചറർ ഓർ മോർ ആസ് റിക്വയർഡ്. എങ്ങനെയാ നമ്മൾ ഈ മെയിൻ്റനൻസ് ചെയ്യേണ്ടത്? എങ്ങനെയാ? മെയിൻ്റനൻസ് പെർഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ മാനുഫാക്ചറർ. അത് മാനുഫാക്ചർ ചെയ്ത ആളില്ലേ, നിർമ്മാതാവ്, നിർമ്മിച്ച ആള്, മാനുഫാക്ചറിന്റെ ശുപാർശ പ്രകാരമോ
റെക്കമെൻഡേഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ മോറാസ് റിക്വയർഡ് അല്ലെങ്കിൽ ആവശ്യാനുസരണം നമ്മൾ അതിന് കൂടുതൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. അതായത് എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഓവർ യൂസ്. നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കില്ലേ, ആ ഉപകരണങ്ങൾ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ കൂടുതൽ അതിൽ റിപ്പയർ ചെയ്യേണ്ട വരും അല്ലെ. അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചീത്താവാനോ അപ്പൊ കൂടുതൽ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വരാം. ഏജിങ് ഓഫ് ദ എക്യുപ്മെന്റ് അല്ലെങ്കിൽ കുറെ കാലപ്പഴക്കം വരുമ്പോഴും ആ എക്യുപ്മെന്റുകൾ ഏജിങ് ആവുമ്പോൾ എന്നുവെച്ചാൽ കാലപ്പഴക്കം സംഭവിക്കുമ്പോഴും നമുക്ക് കൂടുതൽ അറ്റകുറ്റപ്പണികൾ അതിൽ ചെയ്യേണ്ടി വരാം. അപ്പൊ മെയിൻ്റനൻസ് ഒന്നില്ലെങ്കിൽ നമുക്ക് മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചോ ശുപാർശയ്ക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അത് സമയം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓവർ യൂസോ അല്ലെങ്കിൽ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്സ് ഏജിങ് ഒക്കെ വരുമ്പോഴോ കാലപ്പഴക്കം വരുമ്പോഴോ ഒക്കെ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും, അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. ക്ലിയർ ആയോ? പതിവായിട്ട് നമ്മൾ അത് ഇൻസ്പെക്ഷൻ ചെയ്യണം, പരിശോധിക്കണം. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്ന അത് ക്ലീൻ ചെയ്യണം, അത് പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ നിർവഹിക്കണം. ഇനി മെയിൻ്റനൻസ് ആ പറഞ്ഞത്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് അപ്പൊ അത് എന്താ പറയാ അവരുടെ ഒരു അഡ്വൈസോട് കൂടി നമുക്ക് അതിന് അറ്റകുറ്റപ്പണികൾ നടത്താം. അല്ലെങ്കിൽ നമ്മൾ എന്താ കുറെ ഓവർ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് കാലപ്പഴക്കം വരുമ്പോഴോ ഒക്കെ നമുക്ക് കൂടുതൽ അറ്റകുറ്റപ്പണികൾ അതിന്റെ ആവശ്യാനുസരണം നമ്മൾ കൂടുതൽ അറ്റകുറ്റപ്പണികൾ നമുക്ക് ചെയ്യേണ്ടി വരും. ആവശ്യാനുസരണമാണ് നമുക്ക് ഇത്രത്തോളം അതിന്റെ ഇതുണ്ട് കംപ്ലൈന്റ് കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. ഇനി laboratory should maintain needful instruction for operation and maintenance of equipment in the form of SOP. SOP എന്താ? SOP standard operating procedure. Okay, SOP. Okay, laboratory should maintain needful instruction for operation and maintenance of equipment. ഉണ്ടോ? ആ ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങള് നമ്മൾ ആ ഉപകരണത്തിന്റെ laboratory should maintain needful instruction for operation and maintenance of equipments. ആ ഉപകരണങ്ങളുടെ പ്രവർത്തനവും അതിന്റെ മെയിൻ്റനൻസും ഒക്കെ ആയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ രൂപത്തില് അവിടെ എന്ത് ചെയ്യണം? അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. A copy of the same should be made available near the equipment. ഒരു കോപ്പി എന്താ അതിന്റെ SOPയുടെ ഒരു കോപ്പി നമുക്ക് ആ എക്യുപ്മെന്റിനോട് സമീപം നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ഇപ്പൊ ലാബോറട്ടറിയിൽ എന്ത് ചെയ്യണം? എക്യുപ്മെന്റ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ഇതുമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരുന്നത് SOPയുടെ രൂപത്തിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. SOP എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ എന്ത് സാധനം? എന്താ SOP എന്ന് പറയുന്നത്? എക്യുപ്മെന്റ്സിന്റെ ഇപ്പൊ ഇവിടെ ലബോറട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ അതിന്റെ പ്രവർത്തനവും ഗുണനിലവാരവും അതിന്റെ കൃത്യതയും ആക്യുറേറ്റ് എല്ലാം ഓക്കെയാണ്. ആ എക്യുപ്മെന്റ്സിന്റെ പ്രവർത്തനം ഫങ്ഷൻ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി, അതിന്റെ എക്സാക്ട്നെസ്, കൃത്യത, ഇതെല്ലാം നമ്മള് അതൊക്കെ ഒരു ലബോറട്ടറി പരിസ്ഥിതിയിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് SOP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എക്യുപ്മെന്റ്സിന്റെ ഗുണനിലവാരവും കൃത്യതയും ഇപ്പൊ ഇതിന് മാത്രമല്ല എല്ലാത്തിനും നമ്മൾ SOP പറയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ലബോറട്ടറിയിൽ എക്യുപ്മെന്റ്സിന്റെ പറയാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ SOP എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അതിന്റെ ഒരു ഗുണനിലവാരവും കൃത്യതയും ഉറപ്പാക്കിക്കൊണ്ട് ഒരു ലബോറട്ടറി പരിസ്ഥിതിയിൽ
ഒരു ലബോറട്ടറി പരിസ്ഥിതിയില് എങ്ങനെ നമുക്കത് സുരക്ഷിതമായും എങ്ങനെ സുരക്ഷിതമായും സ്ഥിരമായും നിർദ്ദിഷ്ട ജോലികളും അതുപോലെ നടപടിക്രമങ്ങളും നടത്താമെന്ന് വിശദീകരിക്കുന്ന വിശദമായ രേഖാമൂലമുള്ള നിർദ്ദേശങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്, ഒരു കൂട്ടാണ്. ഇവിടെ മെസ്സേജ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോ നിർദ്ദിഷ്ട ജോലികളും നടപടിക്രമങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെ നടത്താമെന്ന് വിശദീകരിക്കുന്ന ഒരു വിശദമായ രേഖാമൂലമുള്ള നിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടം, ഇതാണ് SOP എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നമ്മൾ ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ലബോറട്ടറിയില് ആ ഉപകരണങ്ങളുടെ പ്രവർത്തനം, അതിന്റെ മെയിൻ്റനൻസ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നാ പറഞ്ഞേക്കുന്നത്. ലബോറട്ടറിയില് ആ ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിനും ആ മെയിൻ്റനൻസ്, പരിപാലനത്തിനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് എങ്ങനെ സൂക്ഷിക്കണം? SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ രൂപത്തില് അവിടെ സൂക്ഷിക്കണം. മനസ്സിലായി? ആ പോയിന്റിലേക്ക് ഒന്ന് വന്ന നിങ്ങള്. ലബോറട്ടറി ഷുഡ് മെയിൻറ്റെയിൻ നീഡ്ഫുൾ ഇൻസ്ട്രക്ഷൻ, അത് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് ലബോറട്ടറിയിൽ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനാ? ഫോർ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. ആ ഉപകരണങ്ങളുടെ പ്രവർത്തനം, അതിന്റെ പരിപാലനം, മെയിൻ്റനൻസ് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മള് SOP രൂപത്തില് അവിടെ സൂക്ഷിക്കണം. അതിന്റെ ഒരു കോപ്പി എവിടെ വെക്കണം? A copy of the same should be made available near the equipment. എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ എന്ത് ചെയ്യണം? ഒരു കോപ്പി അതിന്റെ വെക്കണം. SOPയുടെ ഒരു കോപ്പി അവിടെ വെക്കണം. ക്ലിയർ ആയ പോയിന്റ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ക്ലിയർ ആയോ നോക്കിയേ? എല്ലാ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, ലബോറട്ടറിയിലുള്ള എക്യുപ്മെന്റ്സിന്റെ ആ പ്രവർത്തനവും മെയിൻ്റനൻസും, അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അത് പ്രോപ്പറായിട്ട് ആ എക്യുപ്മെന്റ്സുകളുടെ പ്രവർത്തനവും മെയിൻ്റനൻസും പരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് അത് ഏത് SOP രൂപത്തിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വായിച്ചു നോക്കിയാൽ മതി അല്ലേ? അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളതിനൊക്കെ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽ ഉള്ള ഒരു ഇതാണ് SOP എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എവിടെ, അപ്പൊ അത് വല്ലയിടത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് അത് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കോപ്പി എപ്പോഴും എവിടെ? ആ എക്യുപ്മെന്റിന്റെ സമീപത്ത് സൂക്ഷിക്കണം. അതിനകത്ത് എന്താ ഉള്ളത്? SOPയിൽ എന്താ ഉള്ളത്? നമുക്ക് ആ എക്യുപ്മെന്റിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. മനസ്സിലായോ? ആ എക്യുപ്മെന്റ്സിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ആ രൂപത്തിന് സൂക്ഷിക്കണം. അത് നമ്മൾ ആ എക്യുപ്മെന്റിനോട് സമീപത്ത് അവൈലബിൾ ആകണം. മനസ്സിലായോ? അത് അപ്പൊ എന്തെങ്കിലും നമുക്ക് കംപ്ലൈന്റ്സോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ആ മാനുവൽ, ആ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നോക്കി അതിന്റെ പ്രവർത്തനം എന്താണ്, എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, നമുക്കൊരു എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെയൊക്കെ ഉള്ള സംഭവം. നമ്മൾ അല്ലാത്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു ചെറിയ ബുക്ക് കിട്ടൂലേ നമുക്ക്, അതെങ്ങനെ, ഒരു കുക്കർ വാങ്ങിച്ചാൽ പോലും നമുക്ക് അതിനകത്ത് ഉണ്ടാവും അല്ലെ? ഉണ്ടാവില്ലേ? നമുക്ക് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ? അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്കത് എടുക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊരു ഇൻസ്ട്രക്ഷൻ കിട്ടുകയാണ്. അതുപോലെ തന്നെ അപ്പൊ ആ എക്യുപ്മെന്റ്സിന്റെ പ്രവർത്തനങ്ങളിലുള്ള കുറിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, അത് ഒരു നിർദ്ദേശമാണ്, ഇന്ന രീതിയിലായിരിക്കണം. അപ്പൊ അത് എന്ത് ചെയ്യണം? ലബോറട്ടറി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ,
അത് അതിന്റെ കോപ്പി, അത് SOP രൂപത്തിൽ നമ്മൾ സൂക്ഷിക്കണം. അതിന്റെ ഒരു കോപ്പി ആ എക്യുപ്മെന്റിനോട് ചേർന്ന് തന്നെ വെക്കണം. ഓക്കെ, അത്രയും പോയിന്റ്സുകളാണ്. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഒരുപാട് തിരക്ക് പിടിച്ച് പോകണ്ട, മനസ്സിലാക്കാൻ പഠിക്കുന്നത് ക്ലിയർ ആയി പോട്ടോ. ക്ലിയർ ആയിട്ട് നോക്കാം. ഒന്നാമത്തേത് എന്താ പറഞ്ഞത്, എക്യുപ്മെന്റ്സിൽ നമ്മള് എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണം. ഒന്നാമത്തേൽ എന്താ പറഞ്ഞേക്കുന്നത്, ഡിസൈനും കപ്പാസിറ്റിയും സംബന്ധിച്ച് ലബോറട്ടറിയുടെ ഒരു ആവശ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ചൂസ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ ഒരു കണ്ടീഷനാണ്. ലബോറട്ടറിയുടെ ആ ഡിസൈനും കപ്പാസിറ്റിയും സംബന്ധിച്ചിട്ട് ലബോറട്ടറിയുടെ ആവശ്യങ്ങൾ പാലിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ അത് ആ രണ്ടാമത്തെ പോയിന്റിൽ എന്താ, അത് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. ഉപയോഗിക്കുന്നതിന് മുന്നേ അതിന്റെ യോഗ്യത നേടിയിരിക്കണം. ഓൾ ദ എക്യുപ്മെന്റ് ഷുഡ് ബി ക്വാളിഫൈഡ്. എല്ലാം തൃപ്തിയാണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ. പിന്നെ അടുത്തത് മൂന്നാമത്തെ പോയിന്റിൽ ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ യൂസബിൾ കണ്ടീഷൻ. എല്ലാ എക്യുപ്മെന്റും എപ്പോഴും ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കണം. ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി യൂസബിൾ കണ്ടീഷൻ ഇൻ ഓൾ ടൈംസ്. എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എല്ലാ എക്യുപ്മെന്റ്സുകളും. പിന്നെ അടുത്ത റെഗുലർ ആയിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തണം, ക്ലീനിങ് നടത്തണം, അതിന്റെ മെയിൻ്റെനൻസ് നമ്മൾ നടത്തണം. ഈ മെയിൻ്റെനൻസ് ചെയ്യുന്നത് എങ്ങനെയാ, മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഓവർ യൂസ് അനുസരിച്ചോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഏജിങ് പ്രായമാവുന്നതിനനുസരിച്ചോ അതിന്റെ കാലപ്പഴക്കം അനുസരിച്ചൊക്കെ ആവശ്യാനുസരണം നമുക്ക് എക്യുപ്മെന്റ്സിന്റെ നമുക്ക് അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ പറ്റും, മെയിൻ്റെനൻസ് നടത്താൻ പറ്റും. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് നമ്മൾ ഇന്ന് പറഞ്ഞതിൽ ലാസ്റ്റ് പോയിന്റ്, എല്ലാ ഈ ലബോറട്ടറിയിലും ഒരു SOP, ഈ എക്യുപ്മെന്റ്സിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻ, അതാണ് SOP. അത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ രൂപത്തിൽ അവിടെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അത് ആ എക്യുപ്മെന്റിനോട് ചേർന്ന് തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. made available near the equipments. Okay, ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? യെസ്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.